പത്തനംതിട്ട പുല്ലാട് വടക്കേക്കവല കോഞ്ഞോ വീട്ടിൽ ഗോപകുമാർ തുളസി ദമ്പതികളുടെ 3 മക്കളിൽ ഏറ്റവും ഇളയ ആളാണ് രഞ്ജിത എന്ന 40-കാരി. UK-യിൽ നേഴ്സായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ആദ്യഘട്ടത്തിൽ BSc പഠനം പൂർത്തിയാക്കിയ ശേഷം മണ്ഡലത്തായിരുന്നു BSc പഠനം. അതിനുശേഷം ഗുജറാത്തിൽ നേഴ്സായി ദീർഘകാലം ജോലി ചെയ്തു. അതിനുശേഷം ഒമാനിലാണ് പിന്നീട് ജോലിയിൽ പ്രവേശിച്ചത്. ഇതിനിടയിൽ PSCയിൽ നിന്നും പരീക്ഷ എഴുതുന്നതിനുള്ള അറിയിപ്പ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പരീക്ഷ എഴുതുകയും പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ രഞ്ജിത നേഴ്സായി ജോലിയിൽ പ്രവേശിക്കുകയുമാണ് ഉണ്ടായത്. അതിനിടെയാണ് UK-യിൽ ജോലി അവസരം ലഭ്യമായത്. അങ്ങനെ UK-യിൽ ജോലിക്ക് പ്രവേശിച്ചു. ഇതിനിടയിൽ ഹ്രസ്വകാല അവധിക്കായി കഴിഞ്ഞ ദിവസം എത്തുകയും അവധി നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെട്ട് അനുകൂലമായ ഉത്തരവ് നേടിയ ശേഷം ഇന്നലെ ഉച്ചയ്ക്ക് 2:30 യാത്ര പുറപ്പെട്ടത്. അങ്ങനെ പോയ ആ യാത്രയാണ് വലിയൊരു ദുരന്തത്തിൽ പര്യവസാനിച്ചിരിക്കുന്നത്. ബന്ധുക്കൾക്കും നാട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും തന്നെ വലിയ ആഘാതമാണ് ഉണ്ടായത്. കാരണം കുടുംബ വീടിനോട് ചേർന്ന് ഒരു പുതിയ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 9 മാസമായി നടന്നു വരികയായിരുന്നു. അതിനിടെയാണ് വലിയ ഒരു ദുഃഖം ഈ കുടുംബത്തെ കൂടി തേടിയെത്തിയത്. ലോകത്തെ നടക്കിയ ഒരു ദുരന്തമാണ്. അതെ നമുക്കും വലിയ ആഘാതമാണ്. നമ്മുടെ ഒരു കുടുംബാംഗം കൂടി നഷ്ടപ്പെട്ടു. അതെ എല്ലാവർക്കും നാട്ടുകാർക്ക് മൊത്തം വലിയ ഒരു പ്രയാസം സഹിക്കാൻ പറ്റാത്തൊരു കാര്യമല്ലേ. അതും പ്രത്യേകിച്ച് ഒരു കുട്ടി അന്യനാട്ടിൽ പോയി ഈ എത്രയും നല്ല ഭംഗിയായി ഇത് വീടുകൾ നിർമ്മിച്ചും എല്ലാം ചെയ്യാനുള്ള ഒരു മനോഭാവത്തിലല്ല ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ദൂരങ്ങളിൽ ജോലികളും കാര്യമായി. അപ്പോൾ തന്നെ നാട്ടിൽ നിന്ന് അവധി എടുത്താണ് നമുക്ക് ജോലിക്ക് വേണ്ടി UK-ക്ക് ആ കുട്ടി പോയത്. 3 ദിവസം മുമ്പ് നാട്ടിൽ വന്നിരുന്നു. വന്നേച്ച് അത് കഴിഞ്ഞിട്ട് ഇപ്പം തിരിച്ചു പോയ പോക്കാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. അത് വീട്ടിൽ വിളിച്ച് പറഞ്ഞാ പോയി. ഞാൻ അബുദാബി വഴിയാണ് പോകുന്നത്. ആ കണക്റ്റിംഗ് ഫ്ലൈറ്റ് എവിടെയാണെന്നും പറഞ്ഞ് ഇന്നലെ വൈകിട്ടും വിളിച്ച് പറഞ്ഞാ പോയി. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനൊരു മഹാദുരിതം ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന, നാടിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഇത് അറിഞ്ഞപ്പോൾ തൊട്ട് ആൾക്കാർ എല്ലാ പ്രദേശത്തു നിന്നും വിളിക്കുകയും എടുക്കുകയും ചെയ്ത് എന്ത് ചെയ്യാൻ ഒരു മഹാദുരന്തമായിപ്പോയി. അപകടത്തിൽപ്പെട്ടു എന്നുള്ളതായിരുന്നു ആദ്യഘട്ട ഇൻഫർമേഷൻ. എങ്കിൽ പിന്നീട് 4:40 ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ തന്നെയാണ് ഔദ്യോഗികമായി മരണം സ്ഥിരീകരിച്ചത്. അതിനുശേഷം ആണ് ബന്ധുക്കൾ പിന്നെയും കാത്തിരുന്നു. പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകുമെന്നുള്ളത് തന്നെയായിരുന്നു ബന്ധുക്കളുടെയും പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ തന്നെ അസ്ഥാനത്ത് ആക്കിക്കൊണ്ടാണ് മരണം സർക്കാർ തന്നെ കൺഫേം ചെയ്തിരിക്കുന്നത്. കാരണം വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാൾ പോലും ജീവനോടെ ബാക്കിയില്ല എന്നുള്ള വലിയ സത്യം പിന്നീട് തിരിച്ചറിയപ്പെടുകയാണ് ഉണ്ടായത്. രാജ്യത്തിന് മാത്രമല്ല ലോകത്തിലെ ഒക്കെ തന്നെ നടക്കിയ ഒരു മഹാദുരന്തമായി അത് മാറ്റപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വിവരത്തിന്റെ നടുക്കം രേഖപ്പെടുത്താനും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും ഒക്കെയായി നിരവധി ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിതയെ നേരിട്ട് പരിചയമുള്ളവരും അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുക്കളും ആയി അങ്ങനെ നിരവധി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കുടുംബത്തേക്ക് വളരെ അടുത്ത് പരിചയമുണ്ട്. ഞാൻ അവളെ പഠിപ്പിച്ചതാണ്. കൂടാതെ എൻ്റെ മോടെ ബാച്ചിൽ തന്നെ പഠിച്ച കുട്ടിയാണ്. പഠിക്കാൻ മിടുക്കിയായിരുന്ന ഒരു കുട്ടിയായിരുന്നു. എന്താ പറയാനുള്ളത്? പിന്നെ എന്നാണ് ഏറ്റവും അവസാനം കണ്ടിട്ട് വർഷങ്ങളായി കാണും. പഠിച്ചിട്ട് പോയേച്ച് പിന്നെ കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ UK പോയത് അറിഞ്ഞില്ല. ഗൾഫിലായിരിക്കുമെന്നായിരുന്നു ഞാൻ ധരിച്ചത്. ഇവിടെ വന്ന് പിന്നെ വാർത്ത കണ്ടു കഴിഞ്ഞപ്പോഴാണ് UK പോയ വിവരം അറിയുന്നത്. ഗൾഫിലാണെന്നുള്ള വിവരം വരെ അറിയത്തുള്ളായിരുന്നു. അവിടെ ആങ്ങളമാരും എല്ലാം ഈ ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച് എല്ലാവരുമായിട്ടും നല്ല ബന്ധം തന്നെയല്ല. എൻ്റെ വീടും അടുത്ത് തന്നെയാണ്, സ്കൂളിനടുത്ത് തന്നെയാണ് എൻ്റെ വീടും. എൻ്റെ മോടെ കൂടെ പഠിച്ചേച്ച് മോടെ കൂടെ വീട്ടിൽ കയറി വരുന്ന കുട്ടിയാണ്. മോടെ കൂട്ടിയായിട്ട് പിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മോക്കും ഉൾക്കൊള്ളാൻ പറ്റും. എൻ്റെ മോളും കേരളത്തിന് വെളിയിലാണ്. അപ്പോൾ വീട്ടിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കൂട്ടുകാരെ പറ്റി തിരക്കി ഇന്നലെ സംസാരിച്ചതാണ് രഞ്ജിതയെ പറ്റി. രഞ്ജിത എന്ത് ചെയ്യുമെന്ന് അതുപോലെ ഗൾഫിലാവള് എന്നും പറഞ്ഞ് പിള്ളേരുമൊക്കെ അവിടെ എന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങ് വന്നത് അറിഞ്ഞിരുന്നില്ല. രഞ്ജിത വിവാഹിതയാണ്. 40 വയസ്സാണ് രഞ്ജിതയുടെ പ്രായം. 2 മക്കളുണ്ട്. മൂത്ത മകൻ ഇന്ദുചൂടൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇളയത് മകളാണ് ഇധിക 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2 സഹോദരങ്ങളാണുള്ളത്. ഒരാൾ ഒമാനിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹം മറ്റൊരു സ്ഥലത്താണ്. അബ്ദുലാലാണ് പുല്ലാട് നിന്ന്
വിവരങ്ങൾ നൽകിയത്. വേറെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് ആ വാർത്താ മാധ്യമങ്ങളിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ മറിഞ്ഞ് രഞ്ജിതയെ അറിയുന്ന, രഞ്ജിതയെ സ്നേഹിക്കുന്ന, കുടുംബത്തെ പരിചയമുള്ള ആളുകളൊക്കെ ആ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.